ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിൽ അഥവാ UAE ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചങ്സിന് വേണ്ടിയുള്ളതാണ്. അതും മെയിനായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. അതായത് ദുബായിൽ ഇനോ കമ്പനിയിൽ കുറേയധികം ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതായത് എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനിയിൽ കുറേയധികം ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലിട്ട് പോകും. ഗൈസ്, ഇപ്പോൾ ഇനോക്കിൽ ഏകദേശം 22 കാറ്റഗറി പെടുന്ന ജോബ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാലറി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3000 ദിറംസ് മുതൽ 10000 ദിറംസ് വരെയാണ്. അതായത് നാട്ടിലെ എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 75,000 മുതൽ 3 ലക്ഷം രൂപ വരെയാണ് സാലറി അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിന് വേറെ ഹിഡൻ ചാർജസോ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം gluejob.com എന്ന് ടൈപ്പ് ചെയ്യുക. gluejob.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലൂ ജോബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് കുറേയധികം ജോബ് വേക്കൻസികൾ നമുക്ക് കാണാം. നമുക്ക് വേണ്ടത് ഇനോക്കിൻ്റെ ജോബ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇനോക്ക് എന്ന് സെർച്ച് ചെയ്യുക. ഇനോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനോക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ജോബ് വേക്കൻസികൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെ ജോബ് വേക്കൻസികളാണ്, എങ്ങനെയാണ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് ഈ കാണുന്ന ഇനോക്ക് കരിയർ ദുബായ് 2025 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ പേജ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇനോ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴെ വരുവാന്നുണ്ടെങ്കിൽ കറണ്ട് ജോബ് വേക്കൻസീസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പോഴുള്ള ജോബ് വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, കസ്റ്റമർ സർവീസ്, OH നേഴ്സ്, സെക്യൂരിറ്റി അനലിസ്റ്റ്, സീനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ്, എൻഡ് യൂസർ സപ്പോർട്ട് എഞ്ചിനീയർ, ലീഗൽ ട്രാൻസ്ലേറ്റർ, പിന്നെ ഫിനാൻസ്, അതുപോലെ തന്നെ HR ബിസിനസ് പാർട്ട്ണർ, പിന്നെ മാനേജർ, ബിസിനസ് അനലിസ്റ്റ്, അതുപോലെ തന്നെ റിഫൈനറി ഷിഫ്റ്റ് മാനേജർ പോലുള്ള ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ ഇനോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. തൊട്ട് താഴെ തന്നെ ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഈ ജോബുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്നുള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ അപ്ഡേറ്റഡ് CV-യും, നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പോലുള്ള ഡീറ്റെയിൽസാണ് അതിന് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് ഹൗ ടു അപ്ലൈ ഫോർ ഇനോക്ക് കരിയേഴ്സ് ദുബായ് 2025 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇനോക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ജോബുകളാണെന്നുള്ളത് അവർ വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രിഫറബിൾ ആയിട്ടുള്ള ജോബ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് HR ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ടൈറ്റിലും അതുപോലെ തന്നെ ജോബ് പർപ്പസും കാര്യങ്ങളെല്ലാം തന്നെ അവർ വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിൽ നമുക്ക് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഈ വെബ്സൈറ്റിലൂടെ തന്നെ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ഉപയോഗിച്ചും അപ്ലൈ ചെയ്യാം. ആദ്യമേ നമ്മൾ ഈ വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് അപ്ലൈ നോ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമെയിൽ ID-യും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ല നിങ്ങൾ ലിങ്ക്ഡിനിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ട് താഴെ തന്നെ സ്റ്റാർട്ട് അപ്ലൈയിങ് വിത്ത് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ജോബിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇനോക്കിലെ ഈ ജോബുകൾക്ക് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10, +2, ഡിഗ്രി, ഡിപ്ലോമ അങ്ങനെയുള്ള എല്ലാ കാറ്റഗറി പെടുന്ന ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം എല്ലാവരും തന്നെ ഈ ജോബുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാരണം നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നമ്മുടെ CV സബ്മിറ്റ് ചെയ്താണ് നമ്മൾ ഈ ജോബുകൾ
ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പക്കായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സിവിയും കാര്യങ്ങളൊക്കെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് മാക്സിമം നല്ല രീതിക്കുള്ള സിവിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നമ്മൾ ഇതുപോലുള്ള UA അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.